നമസ്കാരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം, അതായത് കേരളത്തിലെ ബഡ്ജറ്റ് പ്രഖ്യാപനം സർക്കാരിനുള്ളിലും മുന്നണികൾക്കുള്ളിലും വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും വിവാദവും ഒക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വകുപ്പ് മന്ത്രിയായ എം ലിജുവിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ ധനവകുപ്പ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതിലാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത്. ഈ പ്രതിഷേധം, അതായത് ഉയർന്നു വരുന്ന ഈ പ്രതിഷേധം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് അറിയിക്കും എന്നാണ് ലിജു വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമസഭയിൽ വെച്ചായിരിക്കും ഇരുവരും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച. എന്തായാലും എക്സൈസ് വകുപ്പിന്റെ അറിവോ സമ്മതമോ കൂടാതെ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനം ധനവകുപ്പ് ഏകപക്ഷീയമായി കൈക്കൊണ്ടത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഒരു പ്രശ്നങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഭരണഘടനാ അനുസൃതമായ വകുപ്പ് തല തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് ഇത്തരം നയപരമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയത് ഏത് അധികാര കേന്ദ്രത്തിന്റെ താല്പര്യപ്രകാരമാണ് എന്ന ചോദ്യം ശക്തമാണ്. മന്ത്രി അറിയാതെ ഒരു വകുപ്പിന്റെ നയത്തിൽ മാറ്റം വരുത്തിയത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന വിമർശനം വ്യാപകമാകുന്നുണ്ട്. നിയമസഭയിൽ ബഡ്ജറ്റ് ചർച്ചകൾക്ക് തുടക്കമായതോടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനവും ധാതു സംസ്കരണത്തിലെ സ്വകാര്യ പങ്കാളിത്തവും പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇതേ നയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ശക്തമായി എതിർത്ത കോൺഗ്രസ് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വലിയ രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നാണ് ആരോപണം. അഴിമതി ആരോപണങ്ങൾക്കും മറ്റും അതായത് ഈ അഴിമതി ആരോപണങ്ങൾ ഇതിനിടെ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ സർക്കാർ പെടാപ്പാടുപെടുകയാണ്. എന്തായാലും പാർട്ടിക്കകത്തും പുറത്തും നിന്നുമുള്ള സമ്മർദ്ദം സർക്കാർ കാര്യമായി എടുക്കേണ്ടി വരും എന്നത് സ്പഷ്ടമാണ്. മുതിർന്ന നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഈ വിഷയത്തിലുള്ള അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ സീറോ മലബാർ സഭയുടെ ശക്തമായ എതിർപ്പും സർക്കാരിന് തിരിച്ചടിയായി. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ മദ്യം എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള നീക്കം തൂഫാൻ പോലുള്ള ലഹരി വിരുദ്ധ പരിപാടികളെ പിന്നോട്ടടിക്കുമെന്നും കഴിഞ്ഞ സർക്കാർ ചെയ്ത തെറ്റാണെന്ന് പറയാൻ പുതിയ സർക്കാർ മടിക്കുന്നുവെന്നും ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി വിമർശിക്കുന്നുണ്ട്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തി കർഷകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടും എന്നാൽ ഈ ജനകീയ തീരുമാനത്തിന് പിന്നാലെ വന്ന മദ്യനയത്തിലെ വിവാദങ്ങൾ ആ നേട്ടത്തെ മങ്ങലേൽപ്പിക്കുന്നു എന്ന ഭയം സർക്കാരിനുണ്ട്. എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന ബിഷപ്പിന്റെ ആഹ്വാനം NSS അടക്കമുള്ള സംഘടനകളുടെ അതൃപ്തി പരിഹരിക്കാൻ സർക്കാർ എത്രത്തോളം ശ്രമിക്കുമെന്നതും ശ്രദ്ധേയമാണ്. മന്ത്രി ലിജുവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വെറുമൊരു ഔദ്യോഗിക ചർച്ച മാത്രമല്ല, മറിച്ച് സർക്കാരിന്റെ നിലനിൽപ്പിലെയും അധികാര വിനിയോഗത്തിലെയും അസ്വസ്ഥതകൾ പ്രകടമാക്കുന്നതാണ്. വകുപ്പ് മന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ധനവകുപ്പ് നടപ്പിലാക്കിയ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന വാദം ശക്തമാകുമ്പോൾ പ്രതിപക്ഷത്തിന് പുറമെ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം സർക്കാരിനൊരു അഗ്നി പരീക്ഷയായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.